Hello, welcome back to my channel and I'm your Sabagoras. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലിസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, സെറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നതാണ് മാപ്പ്. അടുത്തൊരു കളക്ഷൻ ഒബ്ജക്റ്റ് ആണ് മാപ്പ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇൻട്രോഡ് സ്റ്റുഡിയോ എടുക്കാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ 1 സെക്കൻഡ്, ഞാനിവിടെ പുതിയൊരു ഡാർട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. മാപ്പ് x1 എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആഡ്. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ പൈത്തൺ പഠിച്ചിട്ടുള്ളവനാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയും ഒരു ഡിക്ഷണറി എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലേ? ഡിക്ഷണറിയിൽ എങ്ങനെയാണ് ഒരു കീ ഉണ്ടായിരിക്കും, അതിന് കറസ്പോണ്ടിങ് വാല്യൂ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പം നെയിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈബർഗോഡസ്. ഓക്കെ, അതേപോലെ ഇപ്പോൾ ഏജ് 89%, എത്രയായിരിക്കും? ഇപ്പോൾ 79 ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഇതിൽ ഈ നെയിം എന്ന് പറയണ്ടായിരിക്കും എന്ത്? ഇതിന്റെ കീ എന്ന് പറയണത്. അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആയിരിക്കും എന്ത്? ഈ സൈബർ കോഡസ് അല്ലേ? അപ്പൊ ഇതിൽ ഏജ്, പെർസെന്റ്, നെയിം എന്നൊക്കെ പറയുന്നതാണ് കീസും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് എന്ത്? അതിന്റെ വാല്യൂസും. അതേപോലെ തന്നെയാണ് നമ്മുടെ മാപ്പിലും വരുന്നത്. നമ്മളൊരു കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് പറയണത് കീ എപ്പോഴും യുണീക്ക് ആയിരിക്കണം. കീ റിപ്പീറ്റ് ചെയ്ത് വരാനായിട്ട് പാടില്ല. കീ മസ്റ്റ് ബി യുണീക്ക്. വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് എത്ര വേണമെങ്കിലും വരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മുടെ ഡാർട്ടിൻ്റെ ഡോക്യുമെന്റേഷൻ പേജ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈപ്സ് ഓഫ് മാപ്പ്, പല ടൈപ്സ് ഓഫ് മാപ്പ് ഉണ്ടായിരിക്കും, പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ പതിയെ പതിയെ പഠിച്ചു പോയാൽ മതി. എല്ലാം കൂടി ഒറ്റയടിക്ക് പഠിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ പതിയെ പതിയെ അതത് പഠിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സിമ്പിൾ ആയിട്ട് ഒരു മാപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പല രീതിയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ആദ്യം പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു മെയിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് വോയിഡ് മെയിൻ. ഇനി മാപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ മാപ്പ് 1 എന്ന് കൊടുക്കണം കേട്ടോ. ഈക്വൽ ടു ജസ്റ്റ് കേളി ബ്രേസസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? ഇതൊരു എം ടി മാപ്പ് ആയിരിക്കും. ഓക്കെ, ദിസ് വിൽ ബി എൻ എം ടി മാപ്പ്. ക്ലിയർ അല്ലേ? ഇനി വേറൊരു രീതിയിൽ നമുക്ക് മാപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിനാണ് വാർ. ഇപ്പൊ ഞാൻ മാപ്പ് 2 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് മാപ്പിന്റെ കൺസ്ട്രക്ടറിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ്? മാപ്പ് ക്രിയേഷൻ യൂസിങ് മാപ്പ് കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷന്റെ അതേ പേരുള്ള വേറത്. ഓക്കെ, അപ്പൊ ഇത് കൺസ്ട്രക്ടർ ആണ് പറഞ്ഞത്. ശരി, ഇനി വേറൊരു രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മാപ്പ്, ഇവിടെ കണ്ടോ കെ കൊമ വി എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു സജഷൻ പറഞ്ഞത്. കെ എന്ന് വെച്ചാൽ കീ, വി എന്ന് വെച്ചാൽ വാല്യൂ. അപ്പൊ എങ്ങനെയായിരിക്കും മാപ്പ്? ഞാൻ എന്ത് ചെയ്യുന്നു? കീന്റെ ടൈപ്പ് മെൻഷൻ ചെയ്യാം, സ്ട്രിങ് കൊമ, ഇനി വാല്യൂവിന്റെ ടൈപ്പ് ഞാനിപ്പോ വേണമെങ്കിൽ ഡൈനാമിക് എന്ന് കൊടുക്കാം. ഓക്കെ, സ്പേസ് മാപ്പ്, ഇപ്പോൾ അടുത്ത നമ്പർ എത്ര? 3 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കേളി ബ്രേസസ് ഇട്ട് കൊടുക്കാം. ഇത് വേറൊരു രീതിയാണ്. എന്ത്? മാപ്പ് ക്രിയേറ്റ് ചെയ്യാതെ. അയ്യോ സോറി കേട്ടോ, ഇത് കേളി ബ്രേസസ് അല്ല, ആംഗിൾ ബ്രാക്കറ്റ് ആണ്, അതാണ് എറർ വന്നത്. ഇത് മൂന്നാമത്തെ രീതിയാണ് എന്ത്? മാപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഇതല്ലാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ എന്താക്കുന്നു? മാപ്പ് 4 കൊടുക്കണം, ഈക്വൽ ടു, ഇവിടെ നമുക്ക് അതിന്റെ ടൈപ്പ് മെൻഷൻ ചെയ്ത് കൊടുക്കാം, സ്ട്രിങ് കോമ ഡൈനാമിക് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെൻഷൻ ചെയ്യണം. ദെൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ എഴുതി കൊടുക്കാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. ഇവിടെ ഞാനൊരു സെമി കോളൻ ഇട്ടിട്ടില്ല, അതാണ് ഇവിടെ ഒരു എറർ വന്നു നോക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിലേക്ക് വാല്യൂസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ മാപ്പ് 2, ഇവിടെ ഒരു കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട്, സ്പെല്ലിംഗ് കുഴപ്പമില്ല, കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് നമ്മളൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതിലോട്ട് നമുക്ക് ഇനി വാല്യൂ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? മാപ്പ് 2 ഓഫ്, ഓക്കെ പോട്ടെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു തേർഡ് വൺ, ഇതെടുക്കാം. ഓക്കെ, തേർഡ് വൺ കേട്ടോ അവിടെ തന്നെ. ഇതിൽ നമുക്ക് ഇവിടെ നേരിട്ട് വാല്യൂ പാസ് ചെയ്യാം. അതെങ്ങനെ പാസ് ചെയ്യുന്നു? കീ വാല്യൂസ് പെയർ ആയിട്ട് പാസ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യുന്നു? കീ എന്ന് പറഞ്ഞിടത്ത് നെയിം കൊടുത്തു, വാല്യൂ എത്രയാ? സൈബർ കോഡസ്. അത് നമ്മൾ ഡബിൾ കോഡ്സിൽ ഇട്ട് കൊടുത്ത കീ, കാരണം ഇവിടെ സ്ട്രിംഗ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഇത് കീയിൻ്റെ ഡാറ്റ ടൈപ്പും ഇത് വാല്യൂൻ്റെ ഡാറ്റ ടൈപ്പാണ് വരുന്നുണ്ടായിരിക്കുക. അപ്പം നെയിം എന്നുള്ളത് സൈബ ഗോഡസ് എന്നുള്ളത് നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത എന്താ, ഇപ്പം ഞാൻ ഏജ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ 20 എന്ന് കൊടുക്കണം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇനി എന്ത് കൊടുക്കാം, സ്കൂൾ ഓക്സ്ഫോർഡ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് വാല്യൂസ് കീയുടെയും വാല്യൂൻ്റെയും പെയറായിട്ട് ഇതിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇതേ സെയിം തന്നെ ഇവിടെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പം നമുക്ക് എങ്ങനെ കൊടുക്കാം, ഞാനിപ്പം എന്താ കൊടുക്കാം, മാത്സിൻ്റെ മാർക്ക് 23, ഇംഗ്ലീഷിൻ്റെ മാർക്ക് 32, പിന്നെ ഫിസിക്സിൻ്റെ മാർക്ക് 34. ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇതിലും നമുക്ക് വാല്യൂ കൊടുക്കാം. ഞാനത് പ്രിന്റ് ചെയ്യിക്കാം. പ്രിന്റ് മാപ്പ് 3യും പ്രിന്റ് ചെയ്യിച്ചു. അതേപോലെ എന്താണ്, പ്രിന്റ് മാപ്പ് 4ഉം പ്രിന്റ് ചെയ്യിക്കണം കേട്ടോ. നമുക്കത് റൺ ചെയ്യാം. റൺ മാപ്പ് 1. അപ്പം എന്നതേ ആ ഒരു കീയും അതിൻ്റെ വാല്യൂ ആയിട്ട് വന്നു. അടുത്തത് കീയും വാല്യൂ ആയിട്ട് വന്നു. ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. ഇനി ഇപ്പോൾ ഇവിടെ മാപ്പ് 2ൻ്റെ കേസിൽ വരുമ്പോൾ, മാപ്പ് 2ൽ ഇപ്പോൾ നമ്മൾ വാല്യൂസ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലേ, നമുക്ക് ഈ ഒരു ബ്രാക്കറ്റിനുള്ളിൽ വാല്യൂസ് ആഡ് ചെയ്യാനും പറ്റില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം, ആ കീയുടെ പേര് വെച്ചിട്ട് നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാപ്പ് 2 ഓഫ്, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പം എന്താ പറയുക, ആപ്പിൾ എന്ന് കൊടുക്കണം കേട്ടോ, ഈക്വൽ ടു 300. മാപ്പ് 2 ഓഫ് ഓറഞ്ച്, സ്പെല്ലിംഗ് മാറിപ്പോയി, കുഴപ്പമില്ല, ഈക്വൽ ടു 400. ഇങ്ങനെ കൊടുക്കണം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, പ്രിന്റ് മാപ്പ് 2 എന്ന് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ടോപ്പിൽ വന്നിട്ടുണ്ടായിരിക്കും ആപ്പിൾ 300, ഓറഞ്ച് 400. അപ്പം ഇതെന്തായിരിക്കും, ഇതാണ് ഇതിൻ്റെ കീ. ഞാൻ അതിവിടെ സിൻടാക്സ് കൊടുക്കാം. മാപ്പ് നെയിം ബ്രാക്കറ്റിനുള്ളിൽ കീ കൊടുക്കുന്നു, ഈക്വൽ ടു വാല്യൂ കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇപ്പം നമ്മൾ 3 രീതിയിൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യണത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതിലോട്ട് എങ്ങനെ വാല്യൂ ആഡ് ചെയ്യണം, കീ വെച്ചിട്ടായിരിക്കും നമ്മൾ വാല്യൂ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് കീയും വാല്യൂസും സെപ്പറേറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫോർ ഈച്ച് ലൂപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. ഇപ്പം മാപ്പ് 4 ഈച്ച് ഇവിടെ കണ്ടു, കീ വാല്യൂ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിനുള്ളിൽ എന്ത് ചെയ്യുന്നു, പ്രിന്റ് കീ ഓഫ് ദിസ് മാപ്പ് ഈസ് $key എന്ന് കൊടുക്കണം. ഓക്കെ, സെമിക്കോളൻ, പ്രിന്റ് വാല്യൂ ഓഫ് ദിസ് മാപ്പ് ഈസ് $value എന്ന് കൊടുക്കണം. ഇവിടെ ഒരു സെമിക്കോളൻ കൂടി ഇടണം. നമുക്കിതൊന്നുകൂടെ റീറൺ ചെയ്യാം. Key of this map is maths. Value of this map is 23. അത് ആ ഒരു ഇതിൽ വന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. എനിക്ക് എന്താണ്, ഇത് ലൂപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. 3 വാല്യൂസ് ഉണ്ടല്ലോ, അതാണ് അങ്ങനെ വന്നത്. എനിക്കിനി വേണ്ടത് ഒരു വാല്യൂ അല്ലെങ്കിൽ പോട്ടെ, ഒരു കീ ഈ ഒരു മാപ്പിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയണം. ചെക്ക് ദ വാല്യൂ ഓർ കീ ഈസ് പ്രസന്റ് ഓർ നോട്ട് ഇൻ ദിസ് മാപ്പ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് മാപ്പ് 4 അല്ലേ. ഓക്കെ, മാപ്പ് 4 ഡോട്ട് കണ്ടെയ്ൻസ് കീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന കീ ആ ഒരു മാപ്പ് 4ൽ ഉണ്ടോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. മാപ്പ് 4 ഏതാ, മാത്സ്, ഇംഗ്ലീഷ്, ഫിസിക്സ് അല്ലേ. ഞാനിവിടെ കൊടുക്കുന്നത് ബയോളജിയാണ്. ഓക്കെ, ഇതേ സെയിം തന്നെ കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ ഫിസിക്സും കൊടുക്കാം. PHYSICS ഇങ്ങനെയാണ് കൊടുത്തോക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വരുമ്പോൾ ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടായിരിക്കാം. നോക്കാം. ഇപ്പോൾ ഫസ്റ്റത്തേൽ ഫോൾസ് വന്നു, കാരണം ഇതിൽ ബയോളജി എന്ന് പറഞ്ഞതില്ല, ബയോളജി എന്ന് പറഞ്ഞാൽ കീ ഇല്ല. ഓക്കെ, അടുത്ത ട്രൂ വന്നു, കാരണം അതിൽ ഫിസിക്സ് ഉണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ വാല്യൂസും ചെയ്യാം. പ്രിന്റ് മാപ്പ് 4 ഡോട്ട് കണ്ടെയ്ൻസ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താണ്, ഞാനിവിടെ 32 എന്ന് കൊടുക്കണം. 32 എന്ന് പറഞ്ഞ വാല്യൂ അവിടെ ഉണ്ടോ, ട്രൂ, അവിടെ ഉണ്ട് ഇല്ലേ, ട്രൂ എന്നുള്ളത് വന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം.
ഇനി ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പം എന്താ പറയാ, ഒന്നിലധികം മാപ്പുകൾ, 2 3 മാപ്സുകൾ ഒരൊറ്റ സിംഗിൾ മാപ്പിലോട്ട് കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനായിട്ട് ഞാൻ ഇപ്പോൾ വേറൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. വേർ മാപ്പ് 5 ഈക്വൽ ടു, ഇവിടെ ഇപ്പോൾ ഏതാ മാപ്പ് 4ഉം 3യും ഉണ്ട്. ഈ രണ്ടെണ്ണം എനിക്ക് ഈ മാപ്പ് 5ലോട്ട് കമ്പൈൻ ചെയ്ത് വെക്കണം. അതിനെന്ത് ചെയ്യും, മാപ്പ് 5 ഈക്വൽ ടു കേളി ബ്രേസസ് ഇട്ടു. ഓക്കെ, ദെൻ ഡോട്ട് ഡോട്ട് ആഡ് ഓൾ ഓഫ് മാപ്പ് 3, then dot dot add all of map 4. ഇനി എത്ര വേണമെങ്കിലും ഡോട്ട് ഡോട്ട് ആഡ് ഓൾ ഓഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ഒന്ന് പ്രിന്റ് ചെയ്യാം. മാപ്പ് 5നെ ഞാൻ പ്രിന്റ് ചെയ്യിക്കുന്നു, റൺ ചെയ്യാം. അപ്പൊ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഇതിൽ വന്ന് നോക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ ഇതിലുണ്ടല്ലോ നെയിം ഒന്നും കൂടി കൊടുക്കുന്നുണ്ട്. നെയിം ഡബിൾ കോട്ട്സിൽ ഡെമോ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വരണേ നോക്കട്ടോ. ഇതിൽ നമുക്ക് ഇത് മാപ്പ് 3, ഇത് മാപ്പ് 4, നെയിം ഡെമോ എന്ന് വന്നു. ഇവിടെ എത്തിയപ്പോൾ നോക്കിയേ, ആ മുകളിലത്തെ സൈബർ ഗോഡസിനെ ഈ താഴത്തെ ഡെമോ റീപ്ലേസ് ചെയ്തു. കണ്ടോ? എന്ന് വെച്ചാൽ കീയുടെ വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കണം, ഡ്യൂപ്ലിക്കേഷൻ വരാനായിട്ട് പാടില്ല. ഡ്യൂപ്ലിക്കേഷൻ വന്നാൽ അത് റീപ്ലേസ് ചെയ്ത് പൊക്കോളും. ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. ഇനി ഇപ്പോൾ ഒരു എക്സാമ്പിൾ വേറെ പറയുകയാണെങ്കിൽ, എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ലിസ്റ്റ് ഉണ്ട്. ആ 2 ലിസ്റ്റിന് കമ്പൈൻ ചെയ്തിട്ട് എനിക്ക് എന്താക്കണം, മാപ്പാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണു, ഞാൻ വേർ കീ ലിസ്റ്റ് ഒരെണ്ണം കീ ലിസ്റ്റ് ആക്കിയിട്ട് വെക്കണം. കീ ലിസ്റ്റ് എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാട്ടോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കീ ലിസ്റ്റ് കൊടുത്തത്. ഇവിടെ എന്ത് ചെയ്യുന്നു, 1 2 3 4 5 6 7 നമ്പേഴ്സ് കൊടുത്തു. ഇനി വേർ വാല്യൂ ലിസ്റ്റ് ഈക്വൽ ടു സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, ടൈപ്പ് ചെയ്യാനാണ് പാട്, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഓക്കെ, ഇങ്ങനെ വാല്യൂസ് ഞാൻ കൊടുത്തു. ഇനി എന്ത് ചെയ്യാം, അതിൽ രണ്ടിനും കീ വാല്യൂ പെയറായിട്ട് ഇതിനുള്ളിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ടുള്ളതാണ് ഇപ്പം നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മളിവിടെ ഒരു എംടി മാപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ, മാപ്പ് 1ലോട്ട്. ഇപ്പം മാപ്പ് 1 ഈക്വൽ ടു മാപ്പ് ഡോട്ട് ഫ്രം ഐ ട്രിബിൾസ്. ഓക്കെ, അവിടെ കീയും വാല്യൂസ് ഒന്നും വന്നിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ കീസിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, കീ ലിസ്റ്റ് എന്ന് കൊടുക്കുക. വാല്യൂസിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, വാല്യൂ ലിസ്റ്റ് എന്ന് കൊടുക്കുക. ക്ലിയർ ആയോ? ഞാനിത് എന്ത് ചെയ്യുന്നു, പ്രിന്റ് മാപ്പ് 1. മാപ്പ് 1നെ ഞാൻ പ്രിന്റ് ചെയ്യിക്കുന്നു. അപ്പം എങ്ങനെ വരാൻ നോക്കാം. അപ്പോൾ 1 സൺഡേ, 2 മൺഡേ, 3 ട്യൂസ്ഡേ, ആ കീയും വാല്യൂം പെയറായിട്ട് വന്നു. ഇനിയിപ്പോൾ ഞാൻ അവിടെ ഒരു 8 കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എറർ വന്നു. കാരണം എന്താ, അൺഹാൻഡിൽഡ് എക്സെപ്ഷൻ, ഇൻവാലിഡ് ആർഗ്യുമെന്റ്സ്, ഐ ട്രിബിൾസ് ഡു നോട്ട് ഹാവ് സെയിം ലെങ്ത്. എന്ന് വെച്ചാൽ രണ്ടെണ്ണത്തിനും സെയിം ലെങ്ത് ആവണം എന്നർത്ഥം. ഇതിൽ സെയിം ലെങ്ത് അല്ലായിരുന്നു, അതുകൊണ്ടാണ് എറർ വന്നത്. സെയിം ലെങ്ത് ആക്കിയപ്പോൾ ഔട്ട്പുട്ട് വന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. ഇനി അടുത്തായിട്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഈ ഒരു മാപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു വാല്യൂ അല്ല, ഒരു കീ നമുക്ക് റിമൂവ് ചെയ്യണം എന്നൊക്കെ. അതിനായിട്ട് ഇപ്പോൾ മാപ്പ് 1 ഡോട്ട് റിമൂവ്, ഇവിടുത്തെ ഇപ്പോൾ കീ ഏതാ, 1 2 3 4 5 6 7 അല്ലേ. ഞാനിപ്പോൾ 7 അങ്ങോട്ട് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ പോട്ടെ 3 അങ്ങോട്ട് റിമൂവ് ചെയ്യണം. റിമൂവ് കീ അല്ല, റിമൂവ് 3 എന്ന് കൊടുത്താൽ മതി. പ്രിന്റ് മാപ്പ് 1 കൊടുത്താൽ അത് റിമൂവ് ചെയ്തിട്ട് അപ്പോൾ 3യും പോവും, 3യുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്യൂസ്ഡേ എന്നുള്ളതും പോകും കേട്ടോ. നോക്കിയോളൂ, കണ്ടോ, 3യും ട്യൂസ്ഡേയും പോയി. ക്ലിയർ അല്ലേ? അപ്പോൾ കീ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാനും പറ്റും. കീ വെച്ചിട്ട് നമുക്ക് അതിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെയും വേറെ കുറേ കൺസ്ട്രക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മാപ്പിൽ നിന്ന് വേറൊരു മാപ്പിലോട്ട് വാല്യൂസ് കോപ്പി ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ വേർ മാപ്പ് ഇപ്പോൾ 5 ഉണ്ടല്ലേ, 6 കൊടുക്കണം, ഈക്വൽ ടു മാപ്പ് ഡോട്ട് ഓഫ്, ഇപ്പം മാപ്പ് ഏതായിട്ട് നമ്മുടെ തൊട്ടുമുള്ള 5. അപ്പോൾ മാപ്പ് 5ലത്തെ വാല്യൂസ് മൊത്തം ഏതിലോട്ട് പോയിട്ടുണ്ടായിരിക്കും, മാപ്പ് 6ലോട്ട് പോയിട്ടുണ്ടായിരിക്കും. മാപ്പ് 6. ഓക്കെ, റൺ ചെയ്ത് നോക്കാം.
കണ്ടോ മാപ്പ് 5ന്റെ വാല്യൂ 5 അല്ലത് നോക്കട്ടെ 5 ഇല്ലേ ഇത് തന്നെ സൺഡേ മണ്ടേലല്ലോ. ഓക്കെ മാപ്പ് 5ല് നമ്മൾ 3യും 4ഉം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതാണ്. ഓക്കെ പോട്ടെ നമുക്ക് ഇവിടെ മാപ്പ് 1 എന്ന് കൊടുക്കാം. അപ്പോൾ തൊട്ട് മുന്നത്തെ വാല്യൂ ഇവിടേക്ക് കോപ്പി ആവും. കണ്ടോ? അപ്പൊ ഇങ്ങനെ പല രീതിയിലും നമുക്ക് മാപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ശ്രദ്ധിക്കുക മാപ്പ് എന്ന് പറയുന്നത് കീ ആൻഡ് വാല്യൂ പെയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിൽ കീ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് വരാൻ പാടില്ല. കീ മസ്റ്റ് ബി യൂണീക്ക്. ഓക്കെ ദെൻ നമുക്ക് അതിലോട്ട് വാല്യൂസ് ആഡ് ചെയ്യണമെങ്കിൽ ആ കീ വെച്ചിട്ടായിരിക്കും ആഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. വാല്യൂസ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീ വെച്ചിട്ടായിരിക്കും റിമൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. പല ടൈപ്പ് ഓഫ് മാപ്പുകൾ വരുന്നുണ്ട് കേട്ടോ. ഹാഷ് മാപ്പ്, അൺഓർഡർഡ് ലിങ്ക് ഹാഷ് മാപ്പ്, ലിങ്ക്ഡ് ഹാഷ് മാപ്പ്, സ്പ്ലേ ട്രീ മാപ്പ്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറേ മാപ്പുകൾ വരുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൽ ഓപ്പൺ ചെയ്തുതരാം. മാപ്പ് ക്ലാസ് ഡാർക്ക് ദേ ഈ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഹാഷ് മാപ്പ് അത് അൺഓർഡേർഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ എന്തായിരുന്നു, ഇതിൽ നമ്മൾ ആഡ് ചെയ്യണ വാല്യൂവിൻ്റെ ഓർഡറിൽ തന്നെയാണ്, കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് ഇത് വന്ന് നോക്കുന്നത്. ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓർഡർ വ്യത്യാസം വന്നിട്ടില്ല, സെയിം ഇതിൽ തന്നെയാണ് വന്ന് നോക്കുന്നത്. പക്ഷേ ഹാഷ് മാപ്പ് വരുമ്പോൾ എന്താണ്, അത് അൺഓർഡേർഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യണതിൻ്റെ ഓർഡറിലാവില്ല അത് വരണം എന്നുള്ളത്. ഓക്കെ ഇങ്ങനെയൊക്കെ ഹാഷ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ലിങ്ക്ഡ് ഹാഷ് മാപ്പ് ഉണ്ട്, പിന്നെ സ്പ്ലേ ട്രീ മാപ്പ് ഉണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്ത കുറേ കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഫ്രം ഐട്രബിൾസ് ഓഫ് എന്നൊക്കെ യൂസ് ചെയ്തു. അതല്ലാതെ കുറേ കൺസ്ട്രക്ടേഴ്സും പ്രോപ്പർട്ടീസും കുറേ വരുന്നുണ്ട്, മെത്തേഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോളൂ. നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. എല്ലാം കൂടി പഠിച്ചിട്ട് ഒന്നും ഇല്ലാതാവരുത്. ഓക്കെ കാരണം ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യണില്ല, നമുക്ക് ആവശ്യത്തിന് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മൊത്തം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു 2-3 ഡേയ്സ് ഇരുന്നാലും നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും, മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട്. ജസ്റ്റ് ഓടിച്ചു പോകാനല്ല കേട്ടോ, പഠിക്കേണ്ട കേസാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു മാപ്പിന്റെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ കളക്ഷൻ ഓഫ് കീ വാല്യൂ പെയേഴ്സ് ഫ്രം വിച്ച് യു റിട്രീവ് എ വാല്യൂ യൂസിങ് ഇറ്റ്സ് അസോസിയേറ്റഡ് കീ. ഇതാണ് മാപ്പിന്റെ ഡെഫിനേഷൻ. നമ്മൾ മുന്നേ പഠിച്ച എന്തായിരുന്നു സെറ്റ്, പിന്നെ ലിസ്റ്റ്, ഫങ്ഷൻസ്, ലൂപ്സ്, അതിൻ്റെ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിലത്തെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നോക്കിയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ എല്ലാത്തിനും മിക്കതിനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, പഠിക്കുക നല്ലോണം. പറ്റുവാണെങ്കിൽ ഇന്ന് ഈവനിങ് തന്നെ ഞാൻ അടുത്ത ക്യൂവിൻ്റെ വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെഷൻ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഇപ്പം എന്നെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ ഇവിടെ കണ്ടോ, ഈ ഡിസ്ക്രിപ്ഷനിൽ കണക്ട് മീ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ വാട്സാപ്പിൽ ഒരു ചാനൽ കൊടുത്തിട്ടുണ്ട്, ഈ ചാനലിൽ ഒന്ന് കണക്ട് ചെയ്യുക. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസ്, നോട്ട്സ് ഇല്ല, വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ ലിങ്ക് ട്രീയുടെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗിറ്റബ് ഇവിടെ ഉണ്ടായിരിക്കും. ഞാൻ ഓപ്പൺ ചെയ്തുതരാം കേട്ടോ. ഇതിൽ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസും കോഡ്സ് ഇതിലുണ്ടായിരിക്കും. സാമ്പിൾ ഡാർട്ട് പ്രോഗ്രാംസ് എന്ന് പറയണതിൽ ഇതിലിപ്പോൾ ഇന്ന് ഡേ 12. ഓക്കെ ഫൈൻ, ക്ലിക്കായില്ലേ? ഇന്നത്തെ ഇപ്പോൾ പ്രോഗ്രാം ഇതിലുണ്ടാവും. നമ്മളിപ്പോൾ യൂസ് ചെയ്തത് കളക്ഷൻസ് അല്ലേ, കളക്ഷൻസിൻ്റെ ഉള്ളിലുണ്ടാവും ദേ മാപ്പ് X1. ഇതേപോലെ എല്ലാ പ്രോഗ്രാംസും ഇതിലുണ്ട്, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസും. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കാം. അതേപോലെ നിങ്ങൾക്കിപ്പം എന്താണ്, ഇനി ഇൻസ്റ്റഗ്രാമിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ ഇൻസ്റ്റഗ്രാം ID മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കാം. അതിലും നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാം കേട്ടോ. ദെൻ പിന്നെയെന്ന് പറയുന്നത് ഇതിവിടെ നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി അങ്ങനെ എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചാനലും കൂടി ഞാനവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാനലും ഡോക്ടർ സൈബർ കോഡേഴ്സ് എന്നുള്ള പേരിലാണ്. അപ്പോൾ ഈ ഒരു ചാനലിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് കേട്ടോ. So that's all. 1 second. Okay, that's all. So bye. Have a nice day.